ഹായ് ഡിയേഴ്സ്, USS എക്സാമിന്റെ ഡേറ്റ് ഇതാ വളരെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം പഠിച്ചാലോ? നമുക്ക് എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മൾ ഉറപ്പായിട്ട് പഠിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് നേരെ കാര്യത്തിലേക്ക് പോവാം. ഇതാ നോക്കിക്കോ, നമ്മൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ഭാഗമാണ് ഭൂമിയുടെ സ്ട്രക്ചർ എന്ന് പറഞ്ഞുള്ളത് അല്ലെ. ഭൂമിയുടെ ഇന്റീരിയർ, ഭൂമിയുടെ അകത്ത് എന്താണുള്ളത് എന്നുള്ള കാര്യം നമ്മൾ കൃത്യമായിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. അത് ഉറപ്പായും പഠിച്ചിരിക്കണം. കാരണം എന്താ, അതിൽ നിന്ന് ഉറപ്പായിട്ടും നിങ്ങളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ട് പഠിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ് നമ്മുടെ ഭൂമിയുടെ ഇന്റീരിയർ, ഭൂമിയുടെ അകത്ത് എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് നോക്കിയിട്ട് വരാം. എന്നിട്ട് നമുക്കൊരു ക്വസ്റ്റ്യനും കൂടെ എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, ആദ്യം നമുക്ക് ക്രസ്റ്റ് കാണാൻ പറ്റും. ഏറ്റവും പുറമേയുള്ള പാളിയാണ് അല്ലെ, ഭൂവൽക്കം എന്ന് പറഞ്ഞുള്ള പാളിയാണ്. ഏറ്റവും പുറമേയുള്ള ഒരു പാളിയാണ്. നിങ്ങൾ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ നമ്മളൊക്കെ വസിക്കുന്ന, നമ്മളൊക്കെ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് ഇതെന്ന് പറയുന്നത് ഭൂവൽക്കം അല്ലെങ്കിൽ ക്രസ്റ്റ് എന്ന് പറയുന്ന ഭാഗം. ഇനി രണ്ടാമത്തേലേക്ക് പോവുകയാണെങ്കിൽ നോക്കിക്കോ, രണ്ടാമത്തെ സെക്ഷനാണ് മാന്റിൽ എന്ന് പറയുന്ന ഭാഗം അല്ലെ. മാന്റിൽ എന്ന് പറയുന്ന ഭാഗം കൃത്യമായി നിങ്ങൾക്ക് ചിത്രത്തിൽ കാണാൻ പറ്റും. ഈ ഭാഗമാണ് മാന്റിൽ എന്ന് പറയുന്നത്. അതിന്റെ തൊട്ട് അടുത്ത ഭാഗമാണ് നമ്മുടെ കോർ എന്ന് പറയുന്ന ഭാഗം. അത് രണ്ട് തരത്തിലുണ്ട്, ഔട്ടർ കോർ, ഇന്നർ കോർ, അല്ലെങ്കിൽ പുറക്കാമ്പ്, അകക്കാമ്പ് എന്നിങ്ങനെ രണ്ട് തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇതാണ് ഇതിന്റെ ഒരു ആദ്യത്തെ ഒരു ബേസ് ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. നമുക്ക് ഇതിന്റെ ഡീപ്പായിട്ട് കുറച്ച് കാര്യം കൂടി നമുക്ക് പഠിച്ചു പോവാം. ഓക്കെ, അതിലാദ്യം ഭൂവൽക്കത്തെ കുറിച്ച് നമുക്ക് നോക്കാം, ക്രസ്റ്റിനെ കുറിച്ച് നോക്കാം. ഓക്കെ, the crust is the most outermost relatively thin layer of the earth. നമുക്കറിയാം, ഇത് ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളിയാണ്. അത് മാത്രമല്ല, താരതമ്യേന വളരെ നേർത്ത പാളി കൂടിയാണ്. നേർത്ത പാളി എന്ന് പറഞ്ഞാൽ എന്താ, വളരെ കട്ടി കുറഞ്ഞ ഒരു പാളിയാണ് ഏത് എന്ന് പറയുന്നത്, നമ്മുടെ ഭൂവൽക്കം, ക്രസ്റ്റ് എന്ന് പറയുന്നത്. മാത്രമല്ല, ഇത് വളരെ ഖരരൂപത്തിലുള്ള, നമ്മൾ കാണുന്ന പോലെ തന്നെ റോക്കുകൾ കൊണ്ട്, പാറകൾ കൊണ്ട്, ശിലകൾ കൊണ്ട് നിർമ്മിതമായിട്ടുള്ള ഒരു ഭാഗം കൂടിയാണ് നമ്മുടെ ഭൂവൽക്കം, ക്രസ്റ്റ് എന്ന് പറയുന്ന ഭാഗം. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് നോക്കിയോ, ദ ക്രസ്റ്റ് ഹാസ് ടു പാർട്സ് അല്ലെ. അവിടെ രണ്ട് പാർട്ടുകൾ ഉണ്ട് അല്ലെ ക്രസ്റ്റിന്, അതായത് ഭൂവൽക്കത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് കോണ്ടിനെന്റൽ ക്രസ്റ്റ് ആണ്, രണ്ട് എന്ന് പറയുന്നത് ഓഷ്യാനിക് ക്രസ്റ്റ് ആണ്. അതായത് വൻകര ഭൂവൽക്കം, സമുദ്ര ഭൂവൽക്കം എന്നിങ്ങനെ രണ്ടാക്കിയിട്ട് അതിന് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ തരംതിരിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇവിടെ പഠിച്ചു വെക്കണം. നമ്മളെ ക്രസ്റ്റിൽ, ഭൂവൽക്കത്തിൽ നമ്മൾ പഠിച്ചിരിക്കണം. ഇനി രണ്ടാമതായിട്ട് നമുക്ക് മാന്റിലിന്റെ കാര്യത്തിലേക്ക് പോവാം. മാന്റിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ, നമ്മുടെ ഭൂവൽക്കത്തിന് തൊട്ട് താഴെയുള്ള ഭാഗമാണ് മാന്റിൽ എന്ന് പറയുന്നത്. ഓക്കെ, ക്രസ്റ്റിന്റെ തൊട്ട് താഴെയുള്ള ഭാഗമാണ് മാന്റിൽ എന്ന് പറയുന്നത്. താരതമ്യേന നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടി തിക്ക് ആയിട്ടുള്ള ഒരു പാർട്ടാണ്, അതായത് കുറച്ചുകൂടി കനമുള്ള ഒരു ഭാഗമാണ്. നമ്മൾ ഭൂവൽക്കത്തെ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ക്രസ്റ്റിനെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി കനമുള്ള ഒരു ഭാഗമായിട്ട് നമുക്ക് എന്തിനെ കണക്കാക്കാൻ പറ്റും, നമുക്ക് ഈ മാന്റിലിനെ നമുക്ക് കണക്കാക്കാൻ പറ്റും. ഓക്കെ, സെറ്റ് ആണല്ലോ. ഓക്കെ, ഇനി ഇത് ഏകദേശം 2900 കിലോമീറ്റർ വരെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് വ്യാപിച്ച് കിടക്കുന്നു. അത്രയും അതിന്റെ ആഴം നമുക്ക് കാണാൻ പറ്റും. 2900 കിലോമീറ്റർ വരെ അതിന്റെ ആഴം, നമുക്ക് ഡെപ്ത് നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. മാത്രമല്ല, ഈ ഭൂവൽക്കവും മാന്റിലിന്റെ ഉപരിഭാഗവും ചേർന്നുള്ള ഭാഗത്തെയാണ് ശിലാമണ്ഡലം അല്ലെങ്കിൽ ലിത്തോസ്ഫിയർ എന്ന് നമ്മൾ പറയാം. ഓക്കെ, ക്രസ്റ്റിന്റെയും അല്ലെങ്കിൽ ക്രസ്റ്റും ദ പാർട്ട് ബിറ്റ്വീൻ ദ ക്രസ്റ്റ് ആൻഡ് ദ അപ്പർ പാർട്ട് ഓഫ് ദ മാന്റിൽ ഈസ് കോൾഡ് ലിത്തോസ്ഫിയർ. അതും കൂടെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക, എന്താണ് ലിത്തോസ്ഫിയർ എന്നുള്ള കാര്യം. ഇനി അസ്തനോസ്ഫിയറിനെ കുറിച്ചും കൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് ദ അസ്തനോസ്ഫിയർ ഈസ് എ പാർട്ട് ബിലോ ദ ലിത്തോസ്ഫിയർ വേർ ദ റോക്സ് ആർ മെൽറ്റഡ് ആൻഡ് അവിടെയാണ് നമ്മൾ മാഗ്മയെ കുറിച്ച് പഠിക്കുന്നത്. അവിടെയാണ് മാഗ്മ കാണപ്പെടുക കേട്ടോ. ആൻഡ് ആർ ഫൗണ്ട് ഇൻ സെമി ലിക്വിഡ് സ്റ്റേറ്റ്. അവിടെ സെമി ലിക്വിഡ് സ്റ്റേറ്റിൽ എന്ത് കാണപ്പെടുന്നുണ്ട്, മാഗ്മ കാണപ്പെടുന്നുണ്ട്. ആ ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയാം, നമ്മൾ അസ്തനോസ്ഫിയർ എന്ന് നമ്മൾ പറയാം. ഓക്കെ, അപ്പൊ അർദ്ധദ്രാവകാവസ്ഥയിൽ മാഗ്മ കാണപ്പെടുന്ന സ്ഥലത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അസ്തനോസ്ഫിയർ എന്ന് നമ്മൾ പറയുന്നത്. അത് ഏതിന്റെ താഴെയാണ്, ശിലാമണ്ഡലത്തിന്റെ, ലിത്തോസ്ഫിയറിന്റെ താഴെയായിട്ടാണ് കാണപ്പെടുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ഇനി അസ്തനോസ്ഫിയറിന്റെ തൊട്ട് താഴെയുള്ള ഭാഗം എന്ന് പറയുന്നത് കുറച്ച് ഖരാവസ്ഥയിലാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, അത് താഴെയുള്ള ഭാഗം മാത്രമാണ്. ഇനിയാണ് നമ്മൾ ഏറ്റവും ലാസ്റ്റ് പോർഷനിലേക്ക് കടക്കുന്നത്, നമ്മുടെ കോറിലേക്ക്, അകക്കാമ്പ് അല്ലെങ്കിൽ പുറക്കാമ്പ് എന്നൊക്കെ പറയുന്ന കാമ്പിലേക്ക് നമ്മൾ കടക്കുന്നത്. ഏറ്റവും ഉള്ളിലുള്ള ഒരു പാർട്ടാണ് അല്ലെ. അപ്പൊ കാമ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദ കോർ ഈസ് പാർട്ട് ബിലോ ദ മാന്റിൽ. മാന്റിലെ തൊട്ട് താഴെ കാണപ്പെടുന്ന ഒരു ഭാഗമാണ് ഈ കാമ്പ് അല്ലെങ്കിൽ കോർ എന്ന് പറയുന്ന ഭാഗം. ഇതിന് രണ്ട് പാർട്ട് ഉണ്ട് അല്ലെ, ഇതിന് രണ്ട് ഭാഗങ്ങളുണ്ട്. ഒന്നെന്താണ്, ഔട്ടർ കോറാണ്, മറ്റേതെന്താണ്, ഇന്നർ കോറാണ്. ഓക്കെ, ഒന്ന് പുറക്കാമ്പാണ്, ഒന്ന് അകക്കാമ്പാണ്. അപ്പോൾ ഈ പുറക്കാമ്പ് എന്ന് പറയുന്നത് ദ്രവാവസ്ഥയിലാണ് കാണുന്നത്. ഓക്കെ, പുറക്കാമ്പ് എന്ന് പറയുന്നത്, ഔട്ടർ കോർ എന്ന് പറയുന്നത് എന്താണ്, ഒരു ലിക്വിഡ് സ്റ്റേറ്റിലാണ് കാണുന്നത്. അതേപോലെ തന്നെ നമ്മൾ അകക്കാമ്പ് എന്ന് പറയുന്ന ഭാഗം അതെന്താണ്, ഖരാവസ്ഥയിലാണ് നമ്മൾ കാണുന്നത് അല്ലേ. അത് കുറച്ചുകൂടി ഒരു സോളിഡ് സ്റ്റേറ്റിലാണ് നമ്മൾ കാണുന്നത്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക, കാരണം അത് വെച്ച് മാത്രമായിട്ട് നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് മാറിപ്പോവാതിരിക്കുക. പുറക്കാമ്പ് എന്ന് പറയുന്ന ദ്രവാവസ്ഥയിലാണ്, അതായത് ലിക്വിഡ് സ്റ്റേറ്റിലാണ് കാണുന്നത്. ഔട്ടർ കോർ ലിക്വിഡ് സ്റ്റേറ്റിലും ഇന്നർ കോർ സോളിഡ് ആയിട്ട്
ലിക്വിഡായിട്ടും ഖരാവസ്ഥയിലുമാണ് കാണുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഈ കാമ്പിൽ അല്ലെങ്കിൽ കോറിൽ നമ്മൾ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട സാധനമാണ് ഈ നിക്കൽ, ഇരുമ്പ് പോലെയുള്ള കാര്യങ്ങളെല്ലാം, ലോഹങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ നിഫെ എന്ന പേര് ഇതിനുണ്ട് എന്നുള്ള കാര്യം കൊണ്ട് എന്ത് ചെയ്യുക, മക്കൾ കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാന്നറിയോ, അതിൽ നിന്ന് എങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നുള്ള കാര്യം കൂടിയും അടിപൊളിയായിട്ട് നമുക്ക് നോക്കി വെക്കാം. ഓക്കെ, ഇതാ ഒരു ചോദ്യം നോക്കിയോ. റീഡ് ദ സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ വായിക്കുക. നമുക്ക് ഓരോ പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. ആ ഓരോ പ്രസ്താവനകളും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വായിക്കേണ്ടതുണ്ട്. നോക്കിക്കോ. ദ ക്രസ്റ്റ് ഈസ് ദ സോളിഡ് പാർട്ട് ബിലോ ദ മാൻഡിൽ. മാൻഡിൽ താഴെ ഖരാവസ്ഥയിലുള്ള ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഭൂവൽക്കം എന്ന് പറയുന്നത് എന്നൊരു സ്റ്റേറ്റ്മെന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്, ദ മാൻഡിൽ ഈസ് ദ പാർട്ട് ബിലോ ദ ക്രസ്റ്റ്. ഭൂവൽക്കത്തിനും താഴെയുള്ള ഭാഗമാണ് മാൻഡിൽ എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ രണ്ട് സ്റ്റേറ്റ്മെന്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. മൂന്നാം സ്റ്റേറ്റ്മെന്റ് നോക്കാലോ. ദ ഔട്ടർ മോസ്റ്റ് പാർട്ട് ദ എർത്ത് ഈസ് ദ ഔട്ടർ കോർ. അല്ലെ, ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് പുറക്കാമ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. അല്ലെ, മൂന്നാമത്തെ ഒരു സ്റ്റേറ്റ്മെന്റും കൊടുത്തിട്ടുണ്ട്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയോ. ദ ഇന്നർ കോർ ഈസ് ദ ലിക്വിഡ് പാർട്ട് ഇൻസൈഡ് ദ എർത്ത് എന്ന് കൊടുത്തിട്ടുണ്ട്. അല്ലെ, ഭൂമിക്കുള്ളിലെ ദ്രാവകാവസ്ഥയിലുള്ള ഭാഗമാണ് അകക്കാമ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചു വെച്ചതിൽ നിന്നും നമുക്ക് ഈ സ്റ്റേറ്റ്മെന്റുകളിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്നുള്ള കാര്യം നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. അത് തന്നെയാണ് ചോദ്യം. ശരിയായ ഉത്തരം ഏത്, വിച്ച് ഇസ് ദ കറക്റ്റ് ആൻസർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതിൽ കുറേ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പം എ എന്ത് കൊടുത്തിട്ടുണ്ട്, എസ് എ എന്ത് കൊടുത്തിട്ടുണ്ട്, 1 2 2 4 എന്ന് കൊടുത്തിട്ടുണ്ട്. അല്ലേ, 1 2 2 4 തെറ്റാണ് എന്ന് കൊടുത്തിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് 2 3 4 ഇൻകറക്റ്റ്. അല്ലെ, 6 ഇൻകറക്റ്റ് തെറ്റാണ്, പ്രസ്താവന തെറ്റാണെന്ന് കൊടുത്തിട്ടുണ്ട്. ഓൺലി സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. 1 2 3 4 ആർ കറക്റ്റ്, ഇതെല്ലാം ശരിയാണ്, 4ഉം ശരിയാണെന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഓപ്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ നിങ്ങളോട് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ഒരിക്കലും കൺഫ്യൂഷൻ ആവരുത്. ഇങ്ങനത്തെ ഒരു ചോദ്യം വരുമ്പോൾ ഈ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ഇങ്ങനത്തെ ഇതുപോലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കും എന്നുള്ള രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് നോക്കാം. അപ്പൊ മാൻഡിൽ താഴെയുള്ള ഖരാവസ്ഥയുള്ള ഭാഗമാണ് ഭൂവൽക്കം. ക്രസ്റ്റ് എന്ന് പറയുന്നത് എന്തല്ല, ശരിയല്ല, നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയല്ല. കാരണം മാൻഡിൽ താഴെ എന്താ ഉള്ളത്, നമ്മൾ പറഞ്ഞ കോറാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പൊ തെറ്റാണ്. ഇനി അടുത്തത്, ദ മാൻഡിൽ ഈസ് ദ പാർട്ട് ബിലോ ദ ക്രസ്റ്റ്. ഭൂവൽക്കത്തിന് താഴെയുള്ള ഭാഗമാണ് മാൻഡിൽ. അല്ലേ, ദ മാൻഡിൽ ഈസ് ദ പാർട്ട് ബിലോ ദ ക്രസ്റ്റ്. അല്ലേ, ശരിയാണ്. അല്ലേ, അല്ലേ, ദ മാൻഡിലിന്റെ ഈസ് ദ പാർട്ട് ബിലോ ദ ക്രസ്റ്റ്. ഭൂവൽക്കത്തിന് താഴെയുള്ള ഭാഗമാണ് എന്തെന്ന് പറയുന്നത്, മാൻഡിൽ എന്ന് പറയുന്നത്. ഇനി എന്താ, ദ ഔട്ടർ മോസ്റ്റ് പാർട്ട് ഓഫ് ദ എർത്ത് ഈസ് ദ ഔട്ടർ കോർ. അല്ലേ, ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ഭാഗമാണ് പുറക്കാമ്പ്. അല്ല, ഒരിക്കലല്ല. കാരണം ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള ഭാഗം ഏതാണ്, നമ്മുടെ ഭൂവൽക്കാണ്, ക്രസ്റ്റാണ്. അപ്പൊ അതും തെറ്റാണ്. നാലാമത്തെ നോക്കാം. ദ ഇന്നർ കോർ ഈസ് ദ ലിക്വിഡ് പാർട്ട് ഇൻസൈഡ് ദ എർത്ത്. ഭൂമിക്കുള്ളിലെ ദ്രാവകാവസ്ഥയുള്ള ഭാഗമാണ് അകക്കാമ്പ് എന്ന് പറയുന്നത്. അല്ലെ, അവിടെ ദ്രാവകാവസ്ഥയിലാണോ കാണപ്പെടുന്നത് അല്ലെങ്കിൽ ലിക്വിഡ് സ്റ്റേറ്റിലാണോ കാണപ്പെടുന്നത്? അല്ല, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അല്ലെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അകക്കാമ്പില് ഇന്നർ കോറിൽ എന്താണ് അവസ്ഥ, അവിടെ സോളിഡ് ആയിട്ടും ഔട്ടർ കോറിൽ എന്താണ് അവസ്ഥ, അവിടെയാണ് ഈ ലിക്വിഡ് ആയിട്ട് അല്ലെങ്കിൽ ദ്രാവകാവസ്ഥയിൽ നമ്മൾ കാണപ്പെടുന്നത്. ഓക്കെ, ഇത് കൃത്യമായിട്ട് പഠിച്ചേക്കുക. അപ്പൊ ഏതാണ് ശരിയുള്ളൂ, ഈ രണ്ടാമത്തത് മാത്രം ഇതിൽ റൈറ്റ് ആൻസർ ഉള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കുക. അപ്പൊ സെറ്റായല്ലോ, നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ചോദ്യം കൂടെ നിങ്ങൾക്ക് തരാം. നിങ്ങൾ എന്ത് ചെയ്യുക, അതിന്റെ ശരിയുത്തരം നിങ്ങൾ കമന്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യുക. അതായത് നിങ്ങളൊന്ന് ഇതിന്റെ ആൻസർ ഒന്ന് പറയാം കേട്ടോ. നമുക്ക് നോക്കാലോ ആർക്കെല്ലാം ഇത് കറക്റ്റ് ആയിട്ട് പിടികിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം. ഓക്കെ, ചോദ്യം ഇതാണ്, വിച്ച് ലെയർ ഓഫ് ദ എർത്ത് ഈസ് ഇൻ എ ലിക്വിഡ് സ്റ്റേറ്റ്. അല്ലെ, ഭൂമിയുടെ ഏത് പാളിയാണ് ദ്രാവകാവസ്ഥയിലുള്ളത് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. മാൻഡിൽ, ഭൂവൽക്കം, അകക്കാമ്പ്, പുറക്കാമ്പ്. മാൻഡിൽ, ക്രസ്റ്റ്, ഇന്നർ കോർ, ഔട്ടർ കോർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ആൻസർ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. അടിപൊളിയായിട്ട് പഠിക്കുക. നമുക്ക് വീണ്ടും കാണാം. വീണ്ടും കാണുന്നവരേക്കും ബൈ.